ഹായ് ഓൾ, വെൽക്കം ടു നോസി സ്പോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ചോദ്യപേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടൊന്ന് നോക്കാം. ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗാനിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിൻ്റെ തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ ആൻസർ വരുന്നത് ബി ആണ്. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏതാണ്? കുറിച്യർ കലാപം. മെസപ്പൊട്ടോമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ഇതാണ് സിഗരത്തുകൾ. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ എന്താണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത്? വൈക്കം സത്യാഗ്രഹം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭടാനന്ദൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ആത്മവിദ്യാസംഘം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാനാണല്ലേ തീരുമാനിച്ചത്, അല്ലാതെ പിൻവലിക്കാനല്ല. അടുത്തത്, കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല? ഏതാണ്? ബനാറസ് ഹിന്ദു സർവകലാശാല. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിലെ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ്? സർ CP രാമസ്വാമി അയ്യർക്കെതിരെയാണല്ലേ. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിൻ്റെ പേരെന്ത്? ഏതാണ്? പുഷ്പകാണ്. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? അഗ്നി 5. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതാണ്? കൃഷ്ണയാണ്. കൃഷ്ണ. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിൻ്റെ ഭാഗമല്ലാത്തത്? കൊങ്കൺ സമതലമാണ്. കൊങ്കൺ സമതലം. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ. അത് ആരാണ്? ഉപരാഷ്ട്രപതിയാണല്ലേ. സാമൂഹ്യ സംഘമായ കുടുംബത്തിൻ്റെ സവിശേഷതകളിൽ ശരിയല്ലാത്തത് ഏത്? ഔപചാരിക ബന്ധം. റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഏതൊക്കെയാണ്? വായ്പ നിയന്ത്രിക്കൽ ശരിയാണ്. സർക്കാരിൻ്റെ ബാങ്ക് ശരിയാണ്. 1 രൂപ നോട്ട് അച്ചടിക്കൽ ആണോ? അല്ല. 1 രൂപ ഒഴിച്ചുള്ള ബാക്കി നോട്ടുകളാണ് ഇത് RBIയുടെ നിയന്ത്രണത്തിൽ. അച്ചടിയാണ് RBIയുടെ നിയന്ത്രണത്തിൽ വരുന്നത്. 1 രൂപ നോട്ട് ഒഴിച്ചുള്ളത് അല്ലേ. 1 രൂപ നോട്ട് ധനകാര്യ മന്ത്രാലയമാണ്. മൂന്നാമത്തെ തെറ്റാണ്. അപ്പം ആൻസർ വരുന്നത് B ആണല്ലേ. അടുത്തത്, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏതാണ്? ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്താണ്? ദൂരമാണ്. തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? 21ാമത്തെ ആൻസർ 2 ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് ഏത്? വിസ്കോസിറ്റി. 23ാമത്തെ ചോദ്യം, ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ പ്രവേഗം 18 km/h നിന്നും 36 km/h ആക്കുന്നു. അങ്ങനെയെങ്കിൽ m/s² അതിൻ്റെ ത്വരണം എത്രയാണ്? ആൻസർ വരുന്നത് എന്താണ്? 1 ആണ് കേട്ടോ. C ആണ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര കിലോ വാട്ടാണ്?
24ൻ്റെ ആൻസർ 1, ബി ആണ് കേട്ടോ, ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും? എത്രയാണ് ആൻസർ വരുന്നത്? ഡി വരും അല്ലേ, F/4 ആയിരിക്കും. F/4 ആയിരിക്കും. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? ഖരമാണ് കേട്ടോ. അടുത്തത്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ SI യൂണിറ്റ് ഇല്ല കേട്ടോ, യൂണിറ്റ് ഇല്ല. ഒരൊറ്റപ്പെട്ട സിസ്റ്റത്തിൻ്റെ ആകെ ഊർജം, ഓപ്ഷൻ എ ആണ്, സ്ഥിരമായി നിലകൊള്ളും. കാർബന്റെ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട്? ആൻസർ എന്താണ്? എ, 8ഉം 6ഉം. താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമണ ലോഹം അല്ലാത്തത്? ഇത് PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത്? 99.6 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് കേട്ടോ. മിനറൽ ആസിഡിൽ നിന്ന് ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏത്? കോപ്പർ ആണ് കേട്ടോ. ഹോമോലോഗ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. CH2. മാലക്കൈറ്റിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏതാണ്? കോപ്പറാണ്. ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. വൈദ്യചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പ് ലായനിയാണ്? ആൻസർ എന്താണ് വരിക? 0.9% കേട്ടോ. താഴെ പറയുന്നവയിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കാത്തത്? അഭികാരകത്തിൻ്റെ നിറമാണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? DNA പ്രൊഫൈലിംഗ് ആണ് കേട്ടോ. മനുഷ്യൻ്റെ ആദ്യ പാലിൽ, അതായത് കൊളസ്ട്രോൾ, ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ് കേട്ടോ, ഇമ്മ്യൂണോഗ്ലോബുലിൻ A ആണ്. ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ഗ്രാന. ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫലോമികകളെ ഏത് പേരിൽ അറിയപ്പെടുന്നു? ലാക്റ്റിയലുകൾ. അടുത്ത ചോദ്യം, പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ടെൻഡനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് ഏതാണ്? പെനിസിലിയം. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാക്സ് ആണ് അല്ലേ, നോവാവാക്സ്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26ൻ്റെ പ്രാധാന്യം എന്ത്? കണ്ടൽ ദിനമായി ആചരിക്കുന്നു. അടുത്തത് മാത്സ് ചോദ്യങ്ങളാണ്, ആൻസർ പറഞ്ഞു പോവാം. 46ൻ്റെ ആൻസർ ബി ആണ്. 47ൻ്റെ ആൻസർ സി ആണ്. 48ൻ്റെ ആൻസർ ഡി ആണ്. 49ൻ്റെ ആൻസർ ബി ആണ്. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ്. 51ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ വരും. 52ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി ആണ് കേട്ടോ. 53ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. 54ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. 55ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി വരും, 75 ഡിഗ്രി വരും. 56ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ. 57ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ബി വരും, ബി. 58ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഡി ആണ്. 59ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ. 60ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി.
അടുത്തത് സൈക്കോളജിയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. 62ാമത്തെ ചോദ്യം, സ്വയം കേന്ദ്രീകൃത അവസ്ഥ ഈഗോസെൻട്രിസം എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്? 62ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ ആണ്. പ്രാഗ്മനോ വ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. അടുത്തത് താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ രീതിക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത് എന്നാണ്? സി വരും അല്ലേ. വിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെൻറ്ററി എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത് കേട്ടോ. അത് പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം അല്ല. എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തമനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ? ആൻസർ എ വരും. 1ഉം 3ഉമാണ് കേട്ടോ. ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും അപകർഷത, ഇത് രണ്ടുമാണ് ആൻസർ. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ? ആൻസർ എന്താണ് വരിക? ആൻസർ വരുന്നത് ബി ആണ് കേട്ടോ. ബി ആണ് ആൻസർ വരുന്നത്. 2ഉം 4ഉമാണ്. താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളും ഉദാഹരണങ്ങളും ചേരുംപടി ചേർക്കുക. ആൻസർ സി ആണ് കേട്ടോ വരുന്നത്. യുക്തീകരണത്തിന് ഉദാഹരണം എന്താണ് വരിക? പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിൻ്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ ആണ് എന്ന് ആരോപിക്കുന്നു. താദാത്മീകരണം ഐഡന്റിഫിക്കേഷൻ്റെ ഉദാഹരണം എന്താണ്? പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അനുപൂരണം കോമ്പൻസേഷനോ? മൂന്നാമത്തേൻ്റെ എക്സാമ്പിള്, പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നു. 4ാമത്തേൻ്റെ ആൻസർ എന്ത് വരും? പശ്ചാത്ഗമനം. സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പോൾ മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി കൊച്ചുകുഞ്ഞിനെ പോലെ പെരുമാറുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു. തുടർന്ന് കുട്ടി സ്കൂളിനെയും ക്ലാസ് മുറിയെയും മറ്റ് അധ്യാപകരെയും ഭയക്കാൻ തുടങ്ങുന്നു. അനുബന്ധ സിദ്ധാന്തം അനുസരിച്ച്, ക്ലാസിക്കൽ കണ്ടീഷനിങ് അനുസരിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ത്? ആൻസർ ഡി ആണ്. ചോദക സാമാന്യവൽക്കരണം. ഓക്കെ, സ്റ്റിമുലസ് ജനറലൈസേഷൻ. അടുത്തത് ചേരുംപടി ചേർക്കുക. 68ാമത്തേൻ്റെ ആൻസർ ഡി ആണ്. 1 സി, 2 എ, 3 ബി, 4 ഡി. അടുത്തത്, പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി ജീൻ ലേവ്, എറ്റിൻ വെഗ്നർ തുടങ്ങിയവർ 1990കളുടെ തുടക്കത്തിൽ ആവിഷ്കരിച്ച പഠന സങ്കല്പം ഏതാണ്? 69ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സിറ്റുവേറ്റഡ് ലേണിംഗ് ആണ് കേട്ടോ. സിറ്റുവേറ്റഡ് ലേണിംഗ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി ഏതാണ്? പ്രതിക്രിയാധ്യാപനം. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടത് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കുന്നവ ഏവ? 71ാമത്തെ ആൻസർ 2ഉം 3ഉം സി ആണ് അല്ലേ. സി ആണ് വരുന്നത്. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിൻ്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം? ശരീരത്തിൻ്റെ ഉയരമാണ്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമുകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത്? സ്വാംശീകരണം. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽപ്പെടുന്നു? സാമീപ്യ നിയമമാണ് അല്ലേ. സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. 75ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കാനാണ്. ഡി ആണ്. ഇസഡ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഏതാണ് വരിക? 1ാമത്തേത് സി ആണ്, വൈഗോട്സ്കി. ബ്രിഡ്ജസ് ചാർട്ട് ഡി വരും, കാതറിൻ ബ്രിഡ്ജ്. ക്രിയാ ഗവേഷണം
സ്റ്റീഫൻ എം കോറി. അഡോളസൻ അഗ്രഷൻ, ആൽബർട്ട് ബന്ദുര. ഓക്കെ. പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതും ആയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏതാണ്? Gcompress ആണ് അല്ലേ? Gcompress ആണ്. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെക്കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചും ഉള്ള ധാരണയായതിനാൽ അതീത ചിന്ത എന്നത് ഒരു ഉയർന്ന ചിന്താശേഷിയാണ്. താഴെ പറയുന്നവയിൽ നിന്ന് അധീന ചിന്തയുടെ ശരിയായ പ്രക്രിയാതലങ്ങൾ കണ്ടെത്തുക. ഏവരും ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏതാണ്? സി ആണ് കേട്ടോ, RPWD ആക്ട്. അടുത്തത്, കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് ഏത്? പാഠപുസ്തക കേന്ദ്രീകൃത പഠനം, അതാണ് ഉൾപ്പെടാത്തത്. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശുവിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? കോത്താരി കമ്മീഷനാണ്. അടുത്തത് ഇംഗ്ലീഷാണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days when the price of coconut was going up and I was in high spirit at the thought of the palms laden with coconuts. ആദ്യത്തെ ചോദ്യം നോക്കാം. The price of dash was going up. See, coconut. How did the author feel? 82ാമത്തെ ആൻസർ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. സജസ്റ്റ് വൺ വേർഡ് ഫോർ ദി ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ജോയ്ഫുൾ എന്നർത്ഥം, വളരെ ഹാപ്പി ആയിട്ട്, ജോയ്ഫുൾ. അടുത്ത ചോദ്യം, നെയ്ന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഓൺ സ്ട്രെങ്ത്. അമേസ്ഡ് അറ്റ്. രജത് ran dash into the garden. ran out into the garden. An airy sound floated dash the air. In വരും അല്ലേ? in. ഓപ്ഷൻ A വരും, in the air. Complete the following sentences choosing the correct tense form of the verb. 87ന്റെ ആൻസർ C വരും അല്ലേ? You may come in. If you are a painter, you may come in. Whenever he found himself alone, എന്ത് വരും? He drew cats. Find out the meaning of the underlined words given below. I didn't want to eavesdrop. To listen secretly. I could see that he was fidgeting. എന്താണ് fidgeting? Behaving nervously and restlessly. അടുത്തത് മലയാളം ചോദ്യങ്ങളാണ്. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമേത്? ഓപ്ഷൻ എ കോഴിക്കോട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മലനാട്ട് തമിഴ് സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ച ഭാഷാ പണ്ഡിതൻ ആര്? 92ന്റെ ആൻസർ എന്താണ് വരിക? ഇളംകുളം കുഞ്ഞൻപിള്ള. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമേത്? ബി ആണ്, അധ്യേതാവ്. കാഞ്ചനക്കൂടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ എം ലീലാവതി വിശേഷിപ്പിച്ച കവി ആര്? വള്ളത്തോൾ. കഞ്ചനേർമിഴി ബഹുവ്രീഹിയുടെ ഏത് വകഭേദത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ആണ്, ഉപമാഗർഭം. ഒരധ്യാപകൻ
5 10 കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5 10 മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് ഏത്? സി, സൂക്ഷ്മ നിലവാര ബോധനം. സൂക്ഷ്മ നിലവാര ബോധനം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50-ാം വർഷത്തിലെത്തിയ മലയാള നോവൽ ഏത്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം? 98ന്റെ ആൻസർ സി വരും അല്ലേ? 2ഉം 3ഉം. അടുത്തത്, വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണ്? വിദ്യാവിനോദിനി. ഈ ചോദ്യം തന്നെ റീസെൻ്റ് ആയിട്ടൊരു ചോദ്യപേപ്പർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു അല്ലേ? അടുത്ത ചോദ്യം, പെൺമണി വദനം കണ്ടാൽ വെൺമതി രണ്ടെന്ന് മേവിടുന്ന മനം, ഉണ്മ നിനച്ചതിലെല്ലാം വെൺമ തിരണ്ടെന്ന് മേവിടും നമനം. അലങ്കാരം ഏത് എന്നാണ് ചോദ്യം. 100ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി വരും കേട്ടോ. യമകം. യമകം.